അപ്രഖ്യാപിത നിയമന നിരോധനമാണോ സർക്കാരിലെ വിവിധ വകുപ്പുകളിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ PSC ഇടപാട്. 2019 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ PSC അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിൽ 2023-ലും 2024-ലുമായി കാലത്തൊന്നും ഒഴിവ് വരാനും സാധ്യതയില്ല. കാരണം യൂണിവേഴ്സിറ്റികളിലും സർക്കാർ കോളേജുകളിലും ഇപ്പോൾ അധ്യാപകരുടെ എണ്ണം അധികമാണെന്നാണ് കണക്ക്. സർക്കാരിന്റെ 2 പ്രധാന പരിഷ്കാരങ്ങൾ കാരണമാണ് അധ്യാപകരുടെ എണ്ണം അധികമായി രേഖപ്പെടുത്തപ്പെടുന്നത്. PG ക്ലാസുകളിലെ അധ്യാപകർക്ക് കിട്ടുന്ന അരമണിക്കൂർ വെയിറ്റേജ് എടുത്തുകളഞ്ഞതും MPhil കോഴ്സ് എടുത്തുകളഞ്ഞതും തസ്തിക ചുരുങ്ങാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ ഓരോ വിഷയത്തിലും 10 മുതൽ 50 വരെ അധ്യാപകർ അധികമാണ്. ഇനി വരുന്ന ഒഴിവുകൾ ഇവർക്ക് നൽകേണ്ടി വരും. അതിനുശേഷം മാത്രമേ നിലവിലെ ലിസ്റ്റിൽ നിന്ന് ഒരാൾക്കെങ്കിലും നിയമനം ലഭിക്കൂ. അധിക അധ്യാപകരെ പരിഗണിക്കാൻ പുതിയ കോഴ്സുകളും പുതിയ തസ്തികകളും വന്നില്ലെങ്കിൽ 2023-ലെ ലിസ്റ്റുകൾ നിയമനം നൽകാനാകാതെ റദ്ദാക്കുമെന്നുറപ്പാണ്. റിപ്പോർട്ടർ കോഴിക്കോട്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരുപാട് പ്രേക്ഷകർ മെസ്സേജുകൾ അയച്ചിരുന്നു. പല മെസ്സേജുകൾ ഞാൻ VS രഞ്ജിത്തിനെ തന്നെ ഫോർവേഡ് ചെയ്തു. പലർക്കും ഞാൻ രഞ്ജിത്തിൻ്റെ നമ്പർ കൊടുത്തു. 2019 വന്നതാണ്. ഒരു കോളേജ് അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ PhD വേണം, UGC വേണം, PG വേണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷകൾ പാസ്സാവണം, ഇൻ്റർവ്യൂ കടക്കണം. ഇതെല്ലാം കടന്ന് അവരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന 30-35 വയസ്സൊക്കെ ആകുമ്പോഴാണ് പലർക്കും ഒരു PSC കോളേജ് അധ്യാപകനാകാൻ പറ്റുക. ആ സാഹചര്യത്തിലേക്ക് നിൽക്കുന്നവരിൽ നിന്നാണ് 2019 ശേഷം വന്ന ലിസ്റ്റിൽ പല ലിസ്റ്റുകളിലും ഒരു നിയമനവും നടന്നിട്ടില്ല. ചില ലിസ്റ്റുകളിൽ 1-2 നിയമനങ്ങൾ മാത്രം നടക്കുന്നു. എത്രമാത്രം ഗുരുതരമാണ് ഈ പ്രശ്നം, VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരു ജീവിതത്തിൽ ഒരിക്കലൊക്കെ ഇത്തരത്തിലൊരു ലിസ്റ്റിൽ പെടാൻ പോലും സാധിക്കുകയുള്ളൂ. അങ്ങനെ ലിസ്റ്റിൽപ്പെട്ട് കാത്തിരിക്കുന്നവരാണ്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമായിരിക്കും. അതിനുള്ളിൽ നിയമനം നടന്നിട്ടില്ല എങ്കിൽ ഇനിയൊരു ലിസ്റ്റിൽ പെടുക എന്നുള്ളത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ പരിഗണന കിട്ടാത്തത് എന്നൊന്ന് പരിശോധിക്കാം. 2019-ലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. 2019-ലെ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ നടത്തി 2023-ലും 2024-ലുമായി വിവിധ വിഷയങ്ങളിൽ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്താനുള്ള ഒഴിവുകൾ യൂണിവേഴ്സിറ്റികളിലോ സർക്കാർ കോളേജുകളിലോ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണമായി പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ വന്ന് 1 വർഷത്തിന് ശേഷം, അതായത് 2019-ൽ നോട്ടിഫിക്കേഷൻ വന്നു, 2020-ൽ സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് പ്രകാരം PG അധ്യാപകർക്കുണ്ടായിരുന്ന വെയിറ്റേജ് ഹവേഴ്സ് ഇല്ലാതാക്കി. അതായത് PG ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ പോലും അത് 1.5 മണിക്കൂറായി കണക്കാക്കുകയും അവരുടെ വർക്കിംഗ് ഹവേഴ്സ് അത്രയുമായി കണക്കാക്കിയിരുന്നു. ഈ അരമണിക്കൂർ വെയിറ്റേജ് ഒഴിവാക്കിയതോടുകൂടി ഇവരുടെ ജോലിഭാരം 9 മണിക്കൂറായി ചുരുങ്ങി. പിന്നീട് അത് 16 മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തസ്തിക സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നൊരു കണക്കിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അധ്യാപകർക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവസരമില്ലാതായി. അവർക്ക് അവരുടെ തസ്തിക അധികമായി സർക്കാർ കണക്കാക്കി. 16 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തസ്തിക സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നൊരു നിലപാടിലേക്ക് ഈ 2020-ലെ ഉത്തരവ് പ്രകാരം സർക്കാർ എത്തി. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അധ്യാപകർക്ക് പോലും വർക്കിംഗ് അവേഴ്സ് തികയാത്ത സാഹചര്യമാണ്. കൂടുതൽ അധ്യാപകരെ നിയമിക്കാനും പറ്റാത്ത സാഹചര്യം വന്നു. അതോടൊപ്പം തന്നെ MPhil എന്ന് പറയുന്നൊരു കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. PG കഴിഞ്ഞ് ഗവേഷണത്തിന് മുമ്പ് ചെയ്യുന്ന MPhil കോഴ്സുകൾ ഒഴിവാക്കിയതോടുകൂടി ഓരോ MPhil അധ്യാപകർക്ക് 2 അധ്യാപകരെ വീതം കൊടുത്തിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒഴിവായി. ഇങ്ങനെ MPhil ഒഴിവാക്കിയതും വെയിറ്റേജ് ഒഴിവാക്കിയതും നിലവിലുള്ള അധ്യാപകരുടെ എണ്ണം കൂടുതലാണ് എന്ന് രേഖപ്പെടുത്തപ്പെടുകയും പുതിയ നിയമനം നടക്കാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷ ഡിഗ്രി ആവുമ്പോൾ അധിക തസ്തികകൾ ആവശ്യമുണ്ട്. പക്ഷേ ആ അധിക തസ്തികകൾ നിലവിലുള്ള അധ്യാപകർക്ക് വീതം വെച്ച് കൊടുക്കുകയാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരൊറ്റ നിയമനം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ്. പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. പക്ഷേ പുതിയ കോഴ്സുകൾ എടുക്കാൻ ഈ പറയുന്ന രീതിയിൽ യൂണിവേഴ്സിറ്റികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇനി പുതിയ കോഴ്സുകൾ വന്നാൽ മാത്രമേ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റുകാർക്ക് എന്തെങ്കിലും അവസരം കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു VS രഞ്ജിത്ത്. എക്കണോമിക്സിൽ കോളേജിയറ്റ് എഡ്യൂക്കേഷനിൽ നിയമനം നടക്കുന്നില്ല.
കെമിസ്ട്രി വിഷയത്തിൽ കോളേജ് എഡ്യൂക്കേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടക്കുന്നില്ല. മലയാളം വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടക്കുന്നില്ല. പൊളിറ്റിക്കൽ സയൻസിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിച്ചത് എന്നാണ് ഒരു വിദ്യാർത്ഥിയെ ഇന്നലെ ഫോൺ ചെയ്തു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ കിടക്കുന്നുണ്ട്. ഞാൻ PSC റാങ്ക് ലിസ്റ്റിൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. 2006 ഈ പരീക്ഷ എഴുതുന്നത്. 2005-6 അവസാനമാണ് പരീക്ഷ നടക്കുന്നത്. 2008 ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 2009 എനിക്ക് നിയമനം കിട്ടുന്നു. ഞാൻ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ 17 പേരെ അന്ന് നിയമിച്ചിരുന്നു 3-4 വർഷം കൊണ്ട്. കാര്യം ഏറെക്കാലത്തെ അധ്യാപക നിയമനത്തിൻ്റെ ബാൻ നീക്കുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാം അവസരം കിട്ടിയത്. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് വരാൻ സാധിക്കുന്നത്. ഒരു ആയുഷ്കാലത്തിൻ്റെ പ്രവർത്തനമായിട്ട് മാത്രമേ ഈ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ തസ്തികയിലേക്കൊക്കെ നമുക്ക് വരാൻ പറ്റൂ. PhD വേണം, UGC വേണം, നെറ്റ് ക്ലിയർ ചെയ്യണം, MA പഠിക്കണം, അതിനുശേഷം ഈ പരീക്ഷകൾ എഴുതണം, ഇൻ്റർവ്യൂ പാസ്സാവണം. അതൊക്കെ കഴിഞ്ഞാണ് ഈ തസ്തികയിലേക്ക് വരിക. അപ്പോൾ വിദ്യാർത്ഥികളുടെ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളുടെ മേൽ കരിനിഴൽ പരത്തരുതെന്ന് മാത്രമേ നമുക്ക് അധികൃതരോട് പറയാനുള്ളൂ. PG വെയിറ്റേജ് കുറച്ചത്, MPhil എടുത്ത് കളഞ്ഞത് ഒക്കെ കാരണമാണെങ്കിലും ഇനിയിപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് കൂടി വരുന്നു. അപ്പോൾ തീർച്ചയായും ഉദ്യോഗാർത്ഥികൾക്ക് ക്ഷമിക്കണം, ആശങ്കയുണ്ട്. ആ ആശങ്ക സർക്കാർ അധികൃതർ കേൾക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭ്യർത്ഥന. നമ്മൾ ഈ വാർത്തയും ഈ വാർത്താ പരമ്പരയും തുടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ.